സ്ഥിരം അപകട മേഖലയായ ആലക്കോട് രൈറോം കാക്കടവ് റോഡിലെ അപകട സാധ്യത കുറയ്ക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രൈറോം കാക്കടവ് സ്ഥിരം അപകട മേഖല. ഗുരുതര പരിക്കേറ്റവരും നിരവധി. സ്കൂൾ വിദ്യാർത്ഥികളടക്കം വാഹനമിടിക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കുത്തനെയുള്ള ഇറക്കത്തിൽ അമിത വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടമായി അപകടത്തിൽപ്പെടും. മഴ പെയ്താൽ അപകട സാധ്യതയേറും. കഴിഞ്ഞ ദിവസം നിയന്ത്രണം നഷ്ടമായ പിക്കപ്പ് ലോറി വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്ത് തൊട്ടടുത്ത വീട്ടുമതിലിൽ ഇടിച്ചാണ് നിന്നത്. ദമ്പതികൾ രക്ഷപ്പെട്ടതാകട്ടെ അത്ഭുതകരമായി. ഇതൊരു സ്ഥിരം അപകടം. ഏകദേശം ഇവിടുന്ന് ഒരു 50 മീറ്റർ താഴെ ഒരു വളവും ജംഗ്ഷനുമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വരകളൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തിട്ട് വരകളൊക്കെ ഇടുകയും ഇത് കുറച്ചുകൂടെ ബലവത്താക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമം നടത്തുകയും ചെയ്തത്. പക്ഷേ ഇവിടെ വേണ്ട വിധത്തിൽ സിഗ്നൽ ബോർഡുകളൊന്നും സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കാക്കടവിൻ്റെ ബോർഡ് വെക്കേണ്ടത് ഈ ഭാഗത്താണെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അത് അപ്പുറക്കൊണ്ടി വെക്കുകയൊക്കെയാണ് അന്ന് നടന്നത്. പിന്നെ ഒരു റെഡ് ലൈറ്റ് കൊടുക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു, അതൊന്നും കൊടുത്തിട്ടില്ല. ഈ വരുന്ന വണ്ടി, ഈ ഇറങ്ങി വരുന്ന വണ്ടി നല്ല സ്പീഡിൽ പോവുകയും താഴെ മറിയുകയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 10-16 വാഹനങ്ങൾ താഴത്തെ ഒരു കലുങ്ക് നിന്നിട്ട് നിരന്തരം അടിച്ച് ആ കലുങ്ക് ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യങ്ങൾക്കൊടുവിൽ റോഡിൽ വെള്ള ലൈൻ വരച്ചു. അപകട സൂചനാ ബോർഡോ റെഡ് സിഗ്നലോ സ്ഥാപിച്ചില്ല. വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ആലക്കോട്.